ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സുകളിൽ. എ സ്മോൾ അബറ്റോയർ ഇസ് ദ വൺ ദാറ്റ് സ്ലോട്ടേഴ്സ് ഡാഷ് ലൈവ് സ്റ്റോക്ക് യൂണിറ്റ്സ് പെർ ഇയർ. ഓക്കെ, അപ് ടു 30,000 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ സ്മോൾ അബറ്റോയർ ആകുമ്പോൾ അപ് ടു 30,000 ലൈവ് സ്റ്റോക്ക് യൂണിറ്റ്സ് പെർ ഇയർ സ്ലോട്ടർ നടക്കും. അത് തന്നെ മീഡിയം ആകുമ്പോൾ അപ് ടു 50,000 യൂണിറ്റ്സ് പെർ ഇയർ സ്ലോട്ടർ നടക്കും. ലാർജ് ആയിരിക്കുമ്പോൾ അപ് ടു 1 lakh യൂണിറ്റ്സ് പെർ ഇയർ സ്ലോട്ടർ നടക്കും. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏരിയ റിക്വയർമെന്റ് ഓഫ് മീഡിയം അബറ്റോയർ ഈസ്. ഒരു മീഡിയം അബറ്റോയറിന് വേണ്ട ഏരിയ റിക്വയർമെന്റ് 2 to 4. 2 to 4 acres ആണ് മീഡിയം അബറ്റോയറിന് വേണ്ട ഏരിയ റിക്വയർമെന്റ്. അത് തന്നെ സ്മോൾ അബറ്റോയർ ആകുമ്പോൾ 1 to 2 acre, മീഡിയം ആകുമ്പോൾ 2 to 4 acre, ലാർജ് അബറ്റോയറിന്റെ കേസിൽ 4 to 7 acres ആണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ബ്ലീഡിംഗ് ഓഫ് കാർക്കസ്. മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ് കറക്റ്റ് ആൻസർ ആണ്. ബാക്കി ഓപ്ഷൻസിനെ കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിലെ ഫൗച്ചേറ്റ്സ് റിയേജന്റ് നമുക്കറിയാം, ബ്രൂയിസസ് കണ്ടെത്താനുള്ള റിയേജന്റ് ആണ്. നമ്മൾ കണ്ടതാണ്. ഈ ഫൗച്ചേറ്റ്സ് റിയേജന്റ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ളത് FeCl3 ആൻഡ് ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ്. അതിലുള്ള റിയേജന്റിൽ വരുന്ന കണ്ടന്റ് ആണ് FeCl3 പ്ലസ് ട്രൈക്ലോറോ അസെറ്റിക് ആസിഡ്. അപ്പൊ ഇത് എപ്പോ ഉണ്ടായ മുറിവുകളാണ് എന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഫൗച്ചേറ്റ്സ് റിയേജന്റ്. ഈ റിയേജന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഈ മുറിവില് ആഡ് ചെയ്ത് കഴിഞ്ഞ് അപ് ടു 50 hours വരെയുള്ള വൂണ്ടാണെങ്കിൽ റിയാക്ഷൻ ഒന്നും കാണിക്കില്ല. ഒരു 50 hours വരെയുള്ള വൂണ്ടാണെങ്കിൽ റിയാക്ഷൻ ഒന്നും കാണിക്കില്ല. ഒരു 60 to 72 hours മുന്നേ ഉണ്ടായ വൂണ്ടാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ ആണ് കാണിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ കളർ കാണിക്കും. ഒരു 60 to 72 hours മുന്നേ ഉണ്ടായ വൂണ്ടാണെങ്കിൽ കളർ കാണിക്കും. അത് തന്നെ ഒരു 4 to 5 days ബാക്ക്, അതായത് കുറച്ച് ബാക്ക് ഉണ്ടായ വൂണ്ടാണെങ്കിൽ, കുറച്ച് മുന്നേ ഉണ്ടായ വൂണ്ടാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കളർ കാണിക്കും. അപ്പൊ നമുക്ക് ആ വൂണ്ട് ഉണ്ടായ ടൈം എത്രത്തോളം, നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ ഇടയിൽ ഉണ്ടായ വൂണ്ടാണോ അതോ നമ്മൾ ഫാമിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഉണ്ടായ വൂണ്ടാണോ, ആ എക്സാക്ട് ടൈമിങ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ബ്രൂയിസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റിയേജന്റ് ആണ് ഫൗച്ചേറ്റ്സ് റിയേജന്റ് എന്ന് പറയുന്നത്. പിന്നെ സോഡിയം നൈട്രേറ്റ് നമുക്കറിയാം, നമ്മൾ ക്യൂറിങ്ങിൽ ആഡ് ചെയ്യുന്നതാണ് നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റ് ക്യൂറിങ്ങിന്റെ സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ക്യൂറിങ് ഇൻഗ്രീഡിയന്റ് ആണ് സോഡിയം നൈട്രേറ്റ്, അതുപോലെ തന്നെ സോൾട്ട്, ഷുഗർ എല്ലാം. സോഡിയം നൈട്രേറ്റ് നമുക്ക് അറിയുന്നതാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഡി പറയുന്നത് സോഡിയം അസ്കോർബേറ്റ്. സോഡിയം അസ്കോർബേറ്റ് ക്യൂറിങ് ആക്സിലേറ്റർ ആയിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കലാണ്. സോഡിയം അസ്കോർബേറ്റ് ക്യൂറിങ് ആക്സിലേറ്റർ ആയി ആക്ട് ചെയ്യുന്ന കെമിക്കലാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇത് ക്യൂറിങ്ങിന്റെ സ്പീഡ് കൂട്ടുന്നു. അതെങ്ങനെയാണ് സോഡിയം അസ്കോർബേറ്റ് ക്യൂറിങ്ങിന്റെ സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഇതിൽ ക്യൂറിങ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ഓഫ് നൈട്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ സോഡിയം നൈട്രേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് NaNO2, അതുപോലെ തന്നെ നൈട്രേറ്റ് ആവുമ്പോൾ NaNO3 എല്ലാം ആണ്. അപ്പൊ ഇതിൽ നിന്ന് NO പാർട്ട്, അതായത് നൈട്രിക് ഓക്സൈഡിന്റെ പാർട്ടാണ് നമുക്ക് ക്യൂറിങ്ങിനായിട്ട് വേണ്ടത്. അപ്പൊ ഈ സോഡിയം അസ്കോർബേറ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് നൈട്രിക് ഓക്സൈഡ് ഫ്രം നൈട്രേറ്റ്. അതായത് നൈട്രേറ്റിൽ നിന്നുമുള്ള നൈട്രിക് ഓക്സൈഡിന്റെ ഈൽഡ് സോഡിയം അസ്കോർബേറ്റ് കൂട്ടും. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ നൈട്രിക് ഓക്സൈഡ് പോയി മസിലിലുള്ള മയോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ അല്ലെങ്കിൽ നൈട്രോസൈൽ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു റെഡ് കളേർഡ് പിഗ്മെന്റ്, അതൊരു അൺസ്റ്റേബിൾ പിഗ്മെന്റ് ആണ്, ഒരു റെഡ് കളേർഡ് പിഗ്മെന്റ് ഫോം ചെയ്യും.
ആ പിഗ്മെന്റിന്റെ പേരാണ്, ആ പിഗ്മെന്റിന്റെ കളർ ശ്രദ്ധിക്കണം. റെഡ് കളേർഡ് പിഗ്മെന്റ് ആണ് നൈട്രോസൈൽ മയോഗ്ലോബിൻ. ക്ലിയർ ആണോ? മാം ഒന്നുകൂടെ ആ റിയാക്ഷൻസ് ഒന്ന് പറയാമോ? ഓക്കെ. സോഡിയം അസ്കോർബേറ്റ് മെയിൻ ആയിട്ട് ക്യൂറിംഗ് ആക്സിലേറ്റർ ആണ് എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് അത് ക്യൂറിംഗിന്റെ സ്പീഡ് കൂട്ടുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യൂറിംഗ് ഇൻഗ്രീഡിയന്റ് ആണ് സോഡിയം നൈട്രേറ്റ്. സോഡിയം നൈട്രേറ്റിന്റെ ഫോർമുല, കെമിക്കൽ ഫോർമുല NaNO2 എന്നാണ്. ഈ NaNO2 നിന്നുമുള്ള നൈട്രിക് ഓക്സൈഡ് ആണ് ക്യൂറിംഗിന്റെ കേസിൽ നമുക്ക് വേണ്ടത്. അപ്പോ ഈ സോഡിയം അസ്കോർബേറ്റ് മെയിൻ ആയിട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഈൽഡ് ഓഫ് നൈട്രിക് ഓക്സൈഡ് ഫ്രം നൈട്രേറ്റ്. നൈട്രേറ്റിൽ നിന്നും കിട്ടുന്ന നൈട്രിക് ഓക്സൈഡിന്റെ ഈൽഡ് സോഡിയം അസ്കോർബേറ്റ് കൂട്ടും. നമുക്ക് നൈട്രിക് ഓക്സൈഡ് വേണം. ഈ നൈട്രിക് ഓക്സൈഡ് ആണ് നമ്മളുടെ മസിലിലുള്ള മയോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ അഥവാ നൈട്രോസൈൽ മയോഗ്ലോബിൻ ഫോം ചെയ്യും. ഇത് ഫോം ചെയ്യാൻ നൈട്രിക് ഓക്സൈഡ് വേണം. ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത്. സോഡിയം അസ്കോർബേറ്റ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്യൂറിംഗ് ആക്സിലേറ്റർ എന്ന് പറയുന്നത്. കൂടാതെ സോഡിയം അസ്കോർബേറ്റ് നമ്മൾ മുന്നേ പഠിച്ചു മെറ്റ് മയോഗ്ലോബിൻ. മെറ്റ് മയോഗ്ലോബിനെ റിഡ്യൂസ് ചെയ്ത് മയോഗ്ലോബിൻ ആക്കി മാറ്റുകയും ചെയ്യും. നമ്മൾ പറഞ്ഞു മെറ്റ് മയോഗ്ലോബിൻ ഇസ് എ ബ്രൗൺ കളേർഡ് പിഗ്മെന്റ്. അത് ക്യൂറിങ്ങിന് നമുക്ക് അൺഡിസൈഡ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്, ഡിസൈഡ് പിഗ്മെന്റ് അല്ല. അതുകൊണ്ട് തന്നെ മെറ്റ് മയോഗ്ലോബിനെ ഇത് മയോഗ്ലോബിനായി റിഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് വേണ്ട മയോഗ്ലോബിനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട നൈട്രിക് ഓക്സൈഡും അവൈലബിൾ ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നൈട്രോസൈൽ മയോഗ്ലോബിൻ അഥവാ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് എ റെഡ് കളേർഡ് അൺസ്റ്റേബിൾ പിഗ്മെന്റ്. ക്ലിയർ ആയോ? യെസ് മാം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്ത് ഓഫ് റൈസോപ്പസ് ഓൺ പൗൾട്രി മീറ്റ് സർഫസ് പ്രൊഡ്യൂസസ് ഡാഷ്. ഗ്രോത്ത് ഓഫ് റൈസോപ്പസ്. റൈസോപ്പസ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. ഫംഗസിൽ തന്നെ നമ്മൾ മൗൾഡുകളുടെ ഗ്രൂപ്പിലാണ് റൈസോപ്പസ് അതുപോലെ തന്നെ മ്യൂക്കർ എന്ന് തുടങ്ങിയ ഫംഗസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ റൈസോപ്പസ് എന്നല്ലാതെ മൗൾഡുകൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നാലും നമ്മൾ വിസ്കേഴ്സ് തന്നെ ആൻസർ ആയിട്ട് എഴുതണം. അടുത്തത് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാക്കുന്നത് ഏതാണ്? ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്ന ഫംഗസ് ഓക്കെ, ക്ലാഡോസ്പോറിയം ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കും. അതുപോലെ വൈറ്റ് സ്പോട്ട് മീറ്റിൽ ഫോം ചെയ്യുന്നത്, വൈറ്റ് സ്പോട്ട് ഉണ്ടാക്കുന്ന ഫംഗസ്, മീറ്റില് വൈറ്റ് സ്പോട്ട് ഉണ്ടാക്കുന്ന ഫംഗസ് ഏതാണ്? സ്പോറോട്രിക്കം. സ്പോറോട്രിക്കം സ്പീഷീസ് ആണ് മീറ്റില് വൈറ്റ് സ്പോട്ട് ഉണ്ടാക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. ആൻഡ് ഗ്രീൻ പാച്ചസ് ഉണ്ടാക്കുന്ന ഫംഗസ് ഏതാണ്? പെൻസിലിയം. പെനിസിലിയം സ്പീഷീസ് ആണ് ഗ്രീൻ പാച്ചസ് ഉണ്ടാക്കുന്നത്. വൈറ്റ് സ്പോട്ട് സ്പോറോട്രിക്കം, ബ്ലാക്ക് സ്പോട്ട് ക്ലാഡോസ്പോറിയം, വിസ്കേഴ്സ് ഉണ്ടാക്കുന്നത് മൗൾസ് ആണ്. അതിൽ തന്നെ റൈസോപ്പസ് ആണ് മെയിൻ ആയിട്ട് വിസ്കേഴ്സ് ഉണ്ടാക്കുന്നത്. ആൻസർ വിസ്കേഴ്സ് ആണ്. ഇത് നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏജിങ് ഓർ കണ്ടീഷനിങ് ഓഫ് മീറ്റ് ഈസ് ബൈ ഹോൾഡിംഗ് ദ മീറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ്. നമ്മൾ മെയിൻ ആയിട്ട് ഏജിങ്ങില് മീറ്റ് ഏത് ടെമ്പറേച്ചറിലാണ് വെക്കുന്നത്? ഓപ്ഷൻസ്: എബവ് ഫ്രീസിംഗ് പോയിന്റ്, ബിലോ ഫ്രീസിംഗ് പോയിന്റ്, അറ്റ് ദ കുക്കിംഗ് ടെമ്പറേച്ചർ, നിയറർ ടു ആംബിയന്റ് ടെമ്പറേച്ചർ. എബവ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, എബവ് ഫ്രീസിംഗ് പോയിന്റിലാണ് നമ്മൾ ഏജിങ്ങിലെ മീറ്റിനെ ഹോൾഡ് ചെയ്യുന്നത്. ഏജിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് സീസണിങ്, കണ്ടീഷനിങ്. ഇതെല്ലാം ഏജിങ്ങിന് പറയുന്ന പേര് തന്നെയാണ്. സീസണിങ്, കണ്ടീഷനിങ് എല്ലാം ഏജിങ്ങിന്റെ മറ്റ് പേരുകളാണ്. Animal should be bled within dash seconds after electrical stunning to avoid muscle splashing. നമ്മൾ ഇലക്ട്രിക്കലി സ്റ്റൺ ചെയ്ത് എത്ര സെക്കൻഡിനുള്ളിൽ എനിമലിനെ ബ്ലീഡ് ചെയ്തിരിക്കണം?
ഓപ്ഷൻസ് 10 seconds, 20 seconds, 30 seconds, 60 seconds. 10 ആണോ മാം? അല്ല 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 30 seconds. 30 സെക്കൻഡ് ആണ് ആൻസർ. വിത്തിൻ 30 സെക്കൻഡ് നമ്മൾ എനിമലിനെ ബ്ലീഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എനിമൽ വീണ്ടും കോൺഷ്യസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വിത്തിൻ 30 സെക്കൻഡ്സ് നമ്മൾ എനിമലിനെ ബ്ലീഡ് ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ? Yes ma'am. The carcass of lung, trachea and heart is known as. ഇത് മൂന്നും കൂടെ നമ്മൾ ചേർത്ത് ഒരു പേര് പറയും, അതേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗിബ്ലറ്റ്, ഓപ്ഷൻ ബി പ്ലഗ്, ഓപ്ഷൻ സി വീസാൻ ആൻഡ് ഓപ്ഷൻ ഡി ചക്ക്. പ്ലക്ക് ആണ് മാം. പ്ലക്ക് ആണ്. ലങ്, ട്രക്കിയ, ഹാർട്ട് ഇതെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് പ്ലക്ക്. ഗിബ്ലറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഗിബ്ലറ്റ് ഏതെല്ലാം ഓർഗൻസ് ചേർന്നിട്ടാണ്? ഗിസാഡ്, ലിവർ, ഹാർട്ട്, ഈ 3 ഓർഗൻസ് ചേർന്നാണ് ഗിബ്ലറ്റ്. ലങ്, ട്രക്കിയ, ഹാർട്ട് ചേർന്നിട്ടാണ് പ്ലക്ക് എന്ന് നമ്മൾ പറയുന്നത്. വീസാൻഡ് എന്ന് പറയുന്നത് നമ്മൾ സോസേജിന്റെ എല്ലാം കേസിലുള്ള ആ ഔട്ടർ കവറിങ്ങിനെ പറയുന്ന പേരാണ് കേസിംഗ് എന്ന് പറയും. ഈ കേസിംഗ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻഡസ്റ്റൈനിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എനിമൽസിന്റെ. ഈ കേസിംഗ് നമ്മൾ ഈസോഫാഗസിൽ നിന്ന് ഉണ്ടാക്കും. അതായത് ഈസോഫാഗസ് മീൻസ് അന്നനാളം. അതിൽ നിന്ന് നമ്മൾ കേസിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന കേസിങ്ങിനെ വിളിക്കുന്ന പേരാണ് വീസാൻഡ്. അതായത് കേസിംഗ് ഫ്രം ഈസോഫാഗസ് ഓഫ് കാറ്റിൽ ഈസ് നോൺ ആസ് വീസാൻഡ്. കേസിംഗ് ഫ്രം ഈസോഫാഗസ് ഓഫ് കാറ്റിൽ ഈസ് നോൺ ആസ് വീസാൻഡ്. ചക്ക് നമ്മൾ പഠിച്ചതാണ് മീറ്റിന്റെ ഫാബ്രിക്കേഷനിൽ ഏറ്റവും വലിയൊരു സ്ക്വയർ കട്ട് പീസ്, റിബേരിയയിലുള്ള ഒരു സ്ക്വയർ കട്ട് പീസിനെ വിളിക്കുന്ന പേരാണ് ചക്ക്. ക്ലിയർ അല്ലേ? Yes ma'am. ഓക്കെ. കാറ്റിൽ ഫാറ്റ് ഈസ് നോൺ ആസ്. കാറ്റിലിന്റെ യെസ് ടാലോ. കാറ്റിലിന്റെ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് ടാലോ. അപ്പൊ ലാഡ് എന്തിന്റെ ഫാറ്റ് ആണ്? ഇതിന്റെ ഫാറ്റ് ആണ് ലാഡ്. ഇനി കോൾ ഫാറ്റ് എന്ന് പറയുന്നത്, ഇതാണ് കോൾ ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ വിസറൽ ഓർഗൻസ്, നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം കവർ ചെയ്ത് ഒരു വലയം ഉണ്ടായിരിക്കും. ആ വലയത്തിൽ ഇങ്ങനെ നെറ്റ് പോലെ കാണുന്ന ഈ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് കോൾ ഫാറ്റ്. ക്ലിയർ അല്ലേ? കോൾ ഫാറ്റ് ഒന്നുകൂടെ പറയുമോ? നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് ഇല്ലേ, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, അങ്ങനെയുള്ള ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്യുന്ന ഫാറ്റ്, മെയിൻ ആയിട്ട് അതിനെ കവർ ചെയ്ത് വേറൊരു കവറിങ് ഉണ്ടായിരിക്കും, പെരിട്ടോണിയൽ കവറിങ് എന്നെല്ലാം പറയും. ആ കവറിങ്ങിൽ കാണുന്ന ഫാറ്റ് ആണ് കോൾ ഫാറ്റ്. അതിങ്ങനെ ഏകദേശം ഈ പിക്ചറിൽ കാണുന്ന പോലെ ഈ നെറ്റ് പോലെ ഇരിക്കും കാണുമ്പോ. ക്ലിയർ ആണോ? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രെങ്ത് ഓഫ് ക്ലോറിൻ റിക്വയർഡ് ഫോർ സാനിറ്റേഷൻ ഓഫ് അബറ്റോയർ പ്ലാന്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്. അറിയോ ആർക്കെങ്കിലും? 150 ആണ് മാം. എത്രയാ? 100 to 150. അല്ല, അതിന് ആൻസർ വരുന്നത് 130 to 250 ppm. 200 ppm അല്ല നമ്മളൊരു ആവറേജ് റേഞ്ച് വരുന്നത്. അപ്പൊ അത് വരുന്നത് ഒരു 130 to 250 ppm. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. 130 to 250 ppm ആണ് പെറ്റോയർ പ്ലാന്റിന്റെ സാനിറ്റേഷന് വേണ്ട ക്ലോറിന്റെ സ്ട്രെങ്ത്. The component of egg white having antibacterial activity.
ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റി. ലൈസോസൈം അല്ലേ? യെസ്, ലൈസോസൈം. ലൈസോസൈമിനാണ് ആന്റിബാക്ടീരിയൽ ആക്ടിവിറ്റി ഉള്ളത്. ഇതിൽ അവിഡിൻ നമുക്കറിയാം ആന്റി ന്യൂട്രീഷൻ. ഓക്കെ, അത് ഏത് വൈറ്റമിൻ ആയാണ് ബൈൻഡ് ചെയ്യുന്നത്? അവിഡിൻ ബയോട്ടിൻ. ഓക്കെ. കൊണാൽബുമിൻ എഗ് വൈറ്റിൽ കാണുന്ന പ്രോട്ടീൻ തന്നെയാണ്. ആൽബുമിൻ എഗ് വൈറ്റ്. The light yellow core in the center of the egg is called. മോസ്റ്റോഡ്. അല്ല, ലാറ്റിബ്ര. ലാറ്റിബ്രയാണ് ആൻസർ. ചലാസ ഞാൻ പറഞ്ഞു, ആ എഗ് യോക്കിനെ ആ സെന്ററിൽ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് ചലാസ എന്ന് പറയുന്നത്. ബ്ലാസ്റ്റോഡോം അല്ലെങ്കിൽ ജെർമിനൽ ഡിസ്ക്, അത് യോക്കിന്റെ ഒരു അറ്റത്തായിട്ട് കാണുന്നതാണ്. അതായത് വിറ്റലൈൻ മെംബ്രെയിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് ബ്ലാസ്റ്റോഡോം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നത്. എയർ സാക്ക് എന്ന് പറയുന്നത് എഗ്ഗില് എംബ്രിയോക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഓക്സിജൻ എല്ലാം കിട്ടുന്നത് ഈ എയർ സാക്ക് നിന്നാണ്. ഈ എയർ സാക്ക് എന്നുള്ള ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയിലാണ് ഈ എഗ്ഗ് അത് പിപ്പ് ചെയ്ത് നമ്മളുടെ എംബ്രിയോ ചിക്ക് പുറത്തോട്ട് വരുന്നത്. അപ്പൊ ലാറ്റിബ്രയാണ് ലൈറ്റ് യെല്ലോ കോർ ഇൻ ദ സെന്റർ ഓഫ് ദി എഗ്. ക്ലിയർ അല്ലേ? എൻസൈം ബ്രോമിലിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ഓക്കെ, പൈനാപ്പിളിൽ നിന്നാണ്. പപ്പൈൻ കിട്ടുന്നത് ഫിസിൻ. ഇത് മെയിൻ ആയിട്ട് ഈ ഒരു ടെൻഡറൈസേഷൻ പാർട്ടിൽ വരുന്നതാണ്. ടെൻഡറൈസേഷൻ യൂസിങ് എൻസൈംസ്. അതിൽ തന്നെ പ്രോസസ് അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നമ്മൾ പപ്പായയിൽ നിന്നുള്ള പപ്പൈൻ എൻസൈം ആണ് ഇൻട്രാവീനസ്ലി കൊടുത്ത് ഒരു സ്ലോട്ടറിന്റെ ഒരു 10 to 15 മിനിറ്റ്സ് മുന്നേ കൊടുത്ത് എനിമലിനെ നമ്മൾ സ്ലോട്ടർ ചെയ്യുമ്പോൾ മീറ്റ് ഭയങ്കര ജ്യൂസി ആൻഡ് ടെൻഡർ ആയിരിക്കും കുക്ക് ചെയ്തതിന് ശേഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ മാം. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡസ്റ്റൈൻ വിച്ച് ഈസ് യൂസ്ഡ് ആസ് ഫുഡ് കണ്ടെയ്നർ ഈസ് നോൺ ആസ് casings. The total condemnation of meat should be done in anasarca means generalized edema. Generalized edema നമ്മൾ അനസാർക്ക എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കണ്ടീഷനിൽ നമ്മൾ മീറ്റ് ടോട്ടലി കണ്ടംഡ് ചെയ്യും. അടുത്ത കണ്ടീഷൻ ആന്ത്രക്കോസിസ്. ആന്ത്രക്കോസിസ് ഒരു ഒക്കുപേഷണൽ ഡിസീസ് ആണ്. അതായത് ഈ കോൾ ഡസ്റ്റ് ഇൻഡസ്ട്രിയിലെല്ലാം, ഈ കോൾ ഇൻഡസ്ട്രിയിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഡസ്റ്റ് ഒരുപാട് ശ്വസിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലങ് എല്ലാം ബ്ലാക്ക് കളറായിട്ട് മാറും. ബ്ലാക്ക് കളേർഡ് ലങ് ആയിട്ട് മാറും. ഈ പൊടി ശ്വസിച്ചിട്ട് വരുന്ന സുഖമാണ് ആന്ത്രക്കോസിസ്. അപ്പൊ അതുവഴി ലങ് എല്ലാം ബ്ലാക്ക് കളറായിട്ട് മാറും. അതാണ് ആന്ത്രക്കോസിസ്. ആൻഡ് അബ്സസ് എന്ന് പറയുമ്പോൾ പസ് ഫിൽഡ് ക്യാവിറ്റിയാണ് അബ്സസ് എന്ന് പറയുന്നത്. ഒരു ക്യാവിറ്റി ഉണ്ടായിരിക്കും, അതിനുള്ളിൽ പസ് ആയിരിക്കും, പഴുപ്പായിരിക്കും. നമ്മളത് കുത്തി നോക്കുമ്പോൾ നമുക്കതിന്ന് പസ് കിട്ടും, പഴുപ്പ് കിട്ടും. അപ്പൊ ആ കേസിലെല്ലാം നമ്മൾ മീറ്റ് കംപ്ലീറ്റ്ലി കണ്ടംഡ് ചെയ്യില്ല. ആന്ത്രക്കോസിസ് കണ്ടീഷനിലും അബ്സസ് കണ്ടീഷനിലെല്ലാം നമ്മൾ പാർഷ്യലി കണ്ടംഡ് മീറ്റ് ആയിട്ടാണ് പറയുക. പോസ്റ്റ്മോർട്ടം ഡിസിഷനിൽ ആന്ത്രക്കോസിസ് ആൻഡ് അബ്സസ് കണ്ടീഷനിൽ പാർഷ്യലി കണ്ടംഡ് മീറ്റ് ആയിട്ടാണ് പറയുക. അനസാർക്ക അതുപോലെ നമ്മളെ ഇമാസിയേറ്റഡ് എനിമൽ, അതായത് മീറ്റ് എല്ലാം കുറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമാസിയേറ്റഡ് ആയിട്ടുള്ള എല്ലും തോലുമായ എനിമൽസ്, അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി കണ്ടംഡ് ചെയ്യും കേട്ടോ, ടോട്ടലി കണ്ടംഡ് ചെയ്യും. അനസാർക്ക അതുപോലെ തന്നെ ഇമാസിയേറ്റഡ് എനിമൽസ്, ജോണ്ടിസ് ഉള്ള എനിമൽസ്, ഇതിനെല്ലാം നമ്മൾ ടോട്ടലി കണ്ടംഡ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The condensation of water vapor on meat brought from cold store
into ordinary room temperature is dash. Option shrinkage, sweating, thawing and dripping. ടോയിങ് അല്ലേ? തോയിങ് അല്ല, തോയിങ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരല്ലേ തോയിങ്. ഏതാ? സ്വെറ്റിംഗ് ആണ്. സ്വെറ്റിംഗ് ആണ് ആൻസർ വരുന്നത്. സ്വെറ്റിംഗ് ആണ്. അപ്പൊ ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുക്ക്ഡ് മീറ്റിൽ വരുന്ന ആ ഒരു ലോസിനെയാണ്, വാട്ടർ വേപ്പർ ലോസിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് വിളിക്കുന്നത്. കുക്ക്ഡ് മീറ്റിൽ ഷ്രിങ്കേജ് കാണാറുണ്ട്. കുക്ക്ഡ് മീറ്റ്. സ്വെറ്റിംഗ് ആണ് നമ്മൾ ഒരു കോൾഡ് റൂമിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വാട്ടർ വേപ്പർ ലോസ് ചെയ്യുന്നതിനെ നമ്മൾ സ്വെറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. തോയിങ് എന്ന് പറയുന്നത് റിവേഴ്സൽ പ്രോസസ് ഓഫ് ഫ്രീസിങ്. ഫ്രീസിങ്ങിന്റെ റിവേഴ്സ് പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് തോയിങ് എന്ന് പറയുന്നത്. തോയിങ്ങിൽ കാണുന്നതാണ് ശരിക്കും ഡ്രിപ്പ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രീസ് ചെയ്ത മീറ്റിനെ തോ ചെയ്യുമ്പോൾ കാണുന്ന കണ്ടീഷനാണ് ഡ്രിപ്പിംഗ് അല്ലെങ്കിൽ ഡ്രിപ്പ് ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Desugarization of eggs can be done by. Desugarization of eggs can be done by bacteria, yeast, fungus, enzymes. ഈസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് മുന്നത്തെ ക്ലാസ്സിൽ. ഡീഷുഗറൈസേഷൻ പ്രോസസ്സ്, ഡ്രൈ എഗ് പൗഡർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈസ്റ്റ് ആണ് കേട്ടോ ആൻസർ വരെ, എൻസൈംസ് അല്ല, ഈസ്റ്റ് ആണ്. അതിൽ തന്നെ സെക്കാറോമൈസേറ്റ് സെർവീസിയെ എന്ന് പറയുന്ന ഈസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെക്കാറോമൈസേറ്റ് സെർവീസിയെ എന്ന് പറയുന്ന ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ബോസ്റ്റൺ ബട്ട് ഈസ് എ ഹോൾസെയിൽ കട്ട് ഓഫ് ഡാഷ് കാർക്കസ്. ഫാബ്രിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിഗ്. ഓപ്ഷൻ ഡി പിഗ് ആണ് ആൻസർ. ബോസ്റ്റൺ ബട്ട്, പിക്നിക്, ഷോൾഡർ അങ്ങനെയെല്ലാം പറയുന്ന പാർട്ട് വരുന്നത് പിഗിനാണ്. ട്രൈപ്പ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ഡാഷ് ആൻഡ് ഡാഷ് ഓഫ് കാറ്റിൽ. ട്രൈപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഏത് ഭാഗങ്ങളെയാണ് എന്നാണ് ചോദിക്കുന്നത്. റൂമൻ ആൻഡ് അബോമാസമാണ്. അല്ല, റൂമൻ ആൻഡ് അബോമാസം അല്ല. റൂമൻ ആൻഡ് റെറ്റിക്കുലം. യെസ്, റൂമൻ ആൻഡ് റെറ്റിക്കുലം ആണ് ട്രൈപ്പ് എന്ന് പറയുന്നത്. കാറ്റിലിന്റെ സ്റ്റൊമക്കിന് മെയിൻ ആയിട്ട് 4 ചാമ്പേഴ്സ് ആണുള്ളത്. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം. 4 ചാമ്പേർഡ് സ്റ്റൊമക്ക് ആണ്. ഇതിൽ റൂമൻ ആൻഡ് റെറ്റിക്കുലത്തെയാണ് നമ്മൾ ട്രൈപ്പ് എന്ന് പറയുന്നത്. എന്താ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, റൂമൻ ആൻഡ് റെറ്റിക്കുലം. A meat-borne bacterial disease is. സാൽമണലോസിസ് ആണ്. ബാക്കിയെല്ലാം പാരസൈറ്റിക് ഡിസീസ് ആണ് അല്ലെ? ബാക്കിയെല്ലാം പാരസൈറ്റിക് ഡിസീസ് ആണ്. ടീനിയാസിസ്, ടോക്സോപ്ലാസ്മോസിസ്, സാർക്കോസിസ്റ്റൈറ്റിസ് എല്ലാം പാരസൈറ്റിക് ഡിസീസ് ആണ്. ഈ 3 മെയിൻ ആയിട്ട് നമ്മൾ അണ്ടർ കുക്ക്ഡ് മീറ്റ് കഴിക്കുമ്പോൾ, അതായത് പ്രോപ്പർ ആയിട്ട് വേവിക്കാതെ മീറ്റ് കഴിക്കുമ്പോൾ വരുന്ന കണ്ടീഷൻ ആണ്. ഇതിൽ തന്നെ ടീനിയ എന്ന് പറയുന്നത് ടേപ്പ് വേമിൽ വരുന്നതാണ്, ടേപ്പ് വേം. ബാക്കി ടോക്സോപ്ലാസ്മ, സാർക്കോസിസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ രണ്ടും പ്രോട്ടോസോവ, പാരസൈറ്റിൽ തന്നെ പ്രോട്ടോസോവ ഗ്രൂപ്പിലാണ് ടോക്സോപ്ലാസ്മയും അതുപോലെ തന്നെ സാർക്കോസിസ്റ്റിസും വരുന്നത്. പ്രോട്ടോസോവ ഗ്രൂപ്പിലാണ്. ടീനിയ വരുന്നത് സെസ്റ്റോഡുകൾ, അതായത് ടേപ്പ് വേം ഗ്രൂപ്പിലാണ് ടീനിയ വരുന്നത്. നമ്മൾ ബാക്ടീരിയൽ ഡിസീസ് ആന്ത്രാക്സ്, ബ്രൂസെല്ലോസിസ്, ലിസ്റ്റീരിയോസിസ്, കമ്പൈലോബാക്ടീരിയോസിസ്, ക്ലോസ്ട്രീഡിയോസിസ് അങ്ങനെ ഒരുപാട് ഡിസീസ് ഡിസ്കസ് ചെയ്തതാണ്. ലെപ്റ്റോസ്പൈറോസിസ് അങ്ങനെ എല്ലാം ഡിസീസ് വരുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഫസ്റ്റ് പഠിക്കണം. ദ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ ഓഫ് എഗ് യൂസിങ് സോഡിയം സിലിക്കേറ്റ്.
വാട്ടർ ഗ്ലാസ് മെത്തേഡ്. ഈ മെത്തേഡ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. തെർമൽ പ്രോസസ്സിംഗ്, അതിലുള്ള ഒരു തെർമോ സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ഫ്ലാഷ് ഹീറ്റ് മെത്തേഡ്, ലൈൻ സീലിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓയിൽ കോട്ടിംഗ്, ഇതെല്ലാം പ്രിസർവേഷൻ ഓഫ് എഗ് തന്നെയാണ്. അതിൽ തന്നെ സോഡിയം സിലിക്കേറ്റ് വെച്ച് ചെയ്യുന്ന ആ ഒരു പ്രിസർവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്ലാസ് മെത്തേഡ്. ഇതിൽ വാട്ടർ ഗ്ലാസ് എന്നറിയപ്പെടുന്ന കെമിക്കലാണ് സോഡിയം സിലിക്കേറ്റ്. Animals which are under stress are subjected to ഡിലേ സ്ലോട്ടർ. ഏതാണ്? സ്ലോട്ടർ. ഓക്കെ, ഡിലേഡ് സ്ലോട്ടർ ആണ് ആൻസർ. സ്ട്രെസ്സിലുള്ള എനിമൽസ്, അതായത് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രെസ്സിലുള്ള എനിമൽസിന് നമ്മൾ ഡിലേഡ് സ്ലോട്ടർ ആണ് കൊടുക്കുന്നത്. എമർജൻസി സ്ലോട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കണ്ടീഷൻ വന്ന് സ്ലോട്ടർ, ഇപ്പൊ ഫ്രാക്ചർ പോലത്തെ കണ്ടീഷൻ, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വന്ന് എനിമൽ ഭയങ്കര പെയിനിലാണ്, ഒരു അക്യൂട്ട് കണ്ടീഷൻ ആണ്, സഡൻ ആയിട്ടുണ്ടായി, നമുക്ക് പെട്ടെന്ന് സ്ലോട്ടർ ചെയ്യണം. ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ എമർജൻസി സ്ലോട്ടർ. ഏതെങ്കിലും ഒരു ക്രോണിക് ഡിസീസ്, കുറച്ചു കാലം കൊണ്ട് ഈ ഒരു എനിമൽ ഈ ഒരു അസുഖം സഹിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്, ഒരു പാരാലിസിസ് കണ്ടീഷനിലെല്ലാം ചെയ്യുന്നതാണ് കാഷ്വാലിറ്റി സ്ലോട്ടർ. ഒരു ഇമ്മീഡിയറ്റ് അപ്രൂവൽ ഫോർ സ്ലോട്ടർ എമർജൻസി സ്ലോട്ടർ പോലെ തന്നെ എനിമലിന്റെ ആ ഒരു എനിമൽ വെൽഫെയർ വ്യൂല് നമ്മൾ എത്രയും പെട്ടെന്ന് സ്ലോട്ടർ ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ. ദ സിസ്റ്റിക് സ്റ്റേജ് ഓഫ് ടീനിയ സോളിയം ഈസ് നോൺ ആസ് സിസ്റ്റിസെർക്കസ്. സെല്ലുലോസെ. ഓക്കെ, ഓപ്ഷൻ എ സിസ്റ്റിസെർക്കസ് സെല്ലുലോസെ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സിസ്റ്റിക് സ്റ്റേജ് ഓഫ് ടീനിയ സോളിയം പിന്നെ വിളിക്കുന്ന പേരാണ് സിസ്റ്റിസെർക്കസ് സെല്ലുലോസെ. അപ്പൊ സിസ്റ്റിസെർക്കസ് ബോവിസ് എന്ന് പറയുന്നത് സിസ്റ്റിക് സ്റ്റേജ് ഓഫ് ടീനിയ സാജിനേറ്റയുടെ സിസ്റ്റിക് സ്റ്റേജ് ആണ് സിസ്റ്റിസെർക്കസ് ബോവിസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ ടീനിയ സാജിനേറ്റയുടെ ലാർവയാണ് ഈ സിസ്റ്റിസെർക്കസ് ബോവിസ്. ഇതാണ് ആ മസിലിൽ പോയിട്ട് സിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഹൈഡാറ്റിഡ് സിസ്റ്റ് എന്ന് പറയുന്നത് എക്കൈനോകോക്കസ് എന്ന് പറയുന്ന ഒരു ടേപ്പ് വേം ഉണ്ട്, എക്കൈനോകോക്കസ്. ഇതും സൂണോട്ടിക് ആണ്, ഹ്യൂമൻസിലോട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതാണ് എക്കൈനോകോക്കസ്. അതിന്റെ ലാർവൽ സ്റ്റേജിനെയാണ് ഹൈഡാറ്റിഡ് സിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹൈഡാറ്റിഡ് സിസ്റ്റ് എന്ന് വിളിക്കുന്നത് എക്കൈനോകോക്കസ് ഗ്രാനുലോസയുടെ ലാർവൽ സ്റ്റേജിനെയാണ്. ദെൻ സാർക്കോസിസ്റ്റ് എന്ന് പറയുന്നത് സാർക്കോസിസ്റ്റൈറ്റിസിന്റെ സിസ്റ്റ് ആണ്. മെയിൻ ആയിട്ട് സാർക്കോസിസ്റ്റ് ഹോമിനിസ് എന്നെല്ലാം പറയുന്ന സ്പീഷീസ് ഉണ്ട്. ഇതും ഇതുപോലെ അണ്ടർ കുക്ക്ഡ് മീറ്റ് വഴി നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നതാണ്. ഇതും മീറ്റില് സിസ്റ്റ് ഫോം ചെയ്യും. The temperature of meat cutting room must not exceed 12 degrees Celsius. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത് ആൻസർ 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പെൽറ്റ് ബേൺ ഈസ് കോസ്ഡ് ബൈ Electrical stunning. Yes, pelt burn is caused by electrical stunning. ഇലക്ട്രിക്കൽ സ്റ്റണ്ണിങ്ങിൽ തന്നെ മെയിൻ ആയിട്ട് ഹെഡ് ടു ബാക്ക് സ്റ്റണ്ണിങ്ങിലാണ് പെൽറ്റ് ബേൺ കണ്ടീഷൻ മെയിൻ ആയിട്ട് കാണുന്നത്. ദെൻ സ്കാൽഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലീഡ് എല്ലാം ചെയ്തതിന്റെ ശേഷം എനിമൽസിനെ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യും. അതായത് ഡീസ്കിന്നിങ് എല്ലാം എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കാൽഡിങ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ പൗൾട്രിയുടെ കേസിൽ പറയുമ്പോൾ നമ്മൾ സിഞ്ചിങ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ഫ്ലെയിം, ബ്ലൂ ഫ്ലെയിം, തീയുടെ ആ ഒരു ഇതില് ബ്ലൂ ഫ്ലെയിംസിൽ നമ്മൾ പൗൾട്രീന്റെ ആ ഒരു ചെറിയ ചെറിയ രോമങ്ങളെല്ലാം പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിംസിൽ ഇങ്ങനെ കാണിക്കും. ഹെയർ പോവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ഫെതേഴ്സ്, ബാക്കി വരുന്ന ആ ഒരു ഫെതേഴ്സ് എല്ലാം പോവാൻ വേണ്ടി നമ്മൾ പൗൾട്രിയുടെ കേസിൽ വരുമ്പോ പറയുന്ന ടേം ആണ് സിഞ്ചിങ്. സ്കാൽഡിങ്, സിഞ്ചിങ് ടേംസ് ശ്രദ്ധിക്കുക. പിന്നെ പെൽറ്റ് ബേൺ മെയിൻ ആയിട്ട്. ഓക്കെ, എന്താ? ഒന്നുമില്ല. ഓക്കെ, മാം ഈ സിഞ്ചിങ്ങിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? SING
SINGEING. Okay. ഓക്കെ. മാം സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? സ്കാൽഡിങ് 62 to 65 ടെമ്പറേച്ചറാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ഒരുപാട് ടൈപ്പ് സ്കാൽഡിങ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ടെമ്പറേച്ചർ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ. ഓക്കെ, ഒരു 60 to 65 ആ ഒരു റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് ഒരുപാട് ടൈപ്പ് തന്നെ സ്കാൽഡിങ് പലതും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്കാൽഡിങ്ങിന്റെ ആ ഒരു ടൈപ്സ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ടെമ്പറേച്ചർ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയാം. എന്തോ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താന്ന് ഓർമ്മയില്ല. എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ടെമ്പറേച്ചർ ചോദിച്ചത്. അതാ ഓരോ സ്പീഷീസിന്റെതും വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഒരു സ്ലൈഡ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ. White spot in chilled carcass are produced by the growth of. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സ്പോറോട്രിക്കം സ്പീഷീസ് ആണ് ചിൽഡ് കാർക്കസിൽ മെയിൻ ആയിട്ട് വൈറ്റ് സ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then marbling in meat is found due to intramuscular fat. ഓക്കെ, ഇൻട്രാമസ്കുലാർ ഫാറ്റ് കാരണമാണ് മെയിൻ ആയിട്ട് മാർബ്ലിംഗ് ഉണ്ടാവുന്നത്. ഇതിൽ സീം ഫാറ്റ് എന്ന് പറയുന്നത് ഇന്റർമസ്കുലാർ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് സീം ഫാറ്റ്. ഇന്റർമസ്കുലാർ ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് സീം ഫാറ്റ്. പിന്നെ വിസറൽ ഓർഗൻസിനെ കവർ ചെയ്ത് ഫാറ്റ് കാണും. ഇപ്പൊ കിഡ്നീനെ കവർ ചെയ്ത് എല്ലാം ഫാറ്റ് കാണും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് വിസറൽ ഫാറ്റ്. അതായത് വിസറൽ ഓർഗൻസിനെ കവർ ചെയ്ത് കാണുന്ന ഫാറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് വിസറൽ ഫാറ്റ്. ഇന്റർമസ്കുലാർ ഫാറ്റ് ഈസ് കാൾഡ് സീം ഫാറ്റ്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, അതായത് സ്കിന്നിന്റെ തൊട്ടു താഴെയുള്ള ലെയറിൽ കാണുന്ന ഫാറ്റ് ആണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഏറ്റവും കൂടുതലുള്ളത് പോർക്കിലാണ്. പിഗിലാണ് ഏറ്റവും കൂടുതൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉള്ളത്. ക്ലിയർ അല്ലേ? മാം, ഈ വിസറൽ ഫാറ്റ് ആണോ കോൾ ഫാറ്റ് നേരത്തെ പറഞ്ഞ? കോൾ ഫാറ്റ് എന്നും പറയാം. കോൾ ഫാറ്റ് എന്നും പറയാം. കോൾ ഫാറ്റ് മെയിൻ ആയിട്ട് ആ ഒരു നമ്മളൊരു ഓർഗൻസിനെ കവർ ചെയ്ത ഒരു പെരിറ്റോണിയം കാണും. ആ ഒരു പെരിറ്റോണിയത്തിൽ കാണുന്ന ആ ഒരു നെറ്റ് പോലെയുള്ള ഫാറ്റ് വിസറൽ ഫാറ്റ്. ഉള്ളിലുള്ള ഏത് ഫാറ്റിനെ നമുക്ക് വിസറൽ ഫാറ്റ് എന്ന് വിളിക്കാം, അത് തെറ്റില്ല. അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് കോൾ ഫാറ്റ് എന്ന് പറയുന്നു. Separation of sirloin and short loin in beef carcass is achieved by cutting between. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഫാബ്രിക്കേഷനിൽ ബീഫ് കാർക്കസിന്റെ ഫാബ്രിക്കേഷനിൽ നമ്മൾ ആ ലോയിൻ റീജിയനിൽ ഷോർട്ട് ലോയിൻ ആൻഡ് സിർ ലോയിൻ അങ്ങനെ കട്ട് ചെയ്തു. ആന്റീരിയർ പോർഷനെ നമ്മൾ ഷോർട്ട് ലോയിൻ എന്നും പോസ്റ്റീരിയർ ബാക്കിലുള്ള പോർഷനെ സിർ ലോയിൻ എന്ന് വിളിച്ചു. അപ്പൊ ഏത് റീജിയനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ വരുന്നത് 5th and 6th ലംബാർ വെർട്ടിബ്രേ. ഈ ഒരു റീജിയനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പൊ വെർട്ടിബ്രേ പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് സെർവിക്കൽ വെർട്ടിബ്രേ, അത് കഴിഞ്ഞ് തൊറാസിക് വെർട്ടിബ്രേ, അത് കഴിഞ്ഞ് ലംബാർ വെർട്ടിബ്രേ, പിന്നെയാണ് കോക്സീജിയൽ വെർട്ടിബ്രേ. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എനിമലിന്റെ പിക്ചർ കാണാലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെയാണല്ലോ. ഇതാണ് ഒരു ലംബാർ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ ആണ് ലംബാർ റീജിയൻ. അപ്പൊ ഇവിടെ ഉള്ളത് ലംബാർ വെർട്ടിബ്രേ ആണ്. അപ്പൊ ഈ ലംബാർ വെർട്ടിബ്രയുടെ തന്നെ ഒരു 5th to 6th ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ കട്ട് ചെയ്ത് നമുക്ക് ഷോർട്ട് ലോയിൻ ആൻഡ് സിർ ലോയിൻ എന്ന് ഡിവൈഡ് ചെയ്യുന്നത് 5th and 6th ലംബാർ വെർട്ടിബ്രയുടെ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 5th and 6th ലംബാർ വെർട്ടിബ്രേ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിലെ ഈ ടെൻഡർ ലോയിൻ എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മള്
സോയാസ് മേജർ മസിൽ ഏറ്റവും നമ്മൾ പറഞ്ഞതല്ലേ ടെൻഡർ ആയിട്ടുള്ള മസിൽ. സോയാസ് മേജറിനെ തന്നെയാണ് ഈ ടെൻഡർ ലോയിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മെയിൻ ബാക്ടീരിയസിഡൽ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ വുഡ് സ്മോക്ക് ഈസ് Phenol. ബാക്ടീരിയസിഡൽ കോമ്പൗണ്ട്. Formaldehyde. ഓക്കെ, ഫീനോള് കാണുന്നുണ്ട്, ഫീനോള്, കാർബോണൈൽ, കാർബൺ ഡയോക്സൈഡ് എല്ലാം കാണുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ബാക്ടീരിയസിഡൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ പറഞ്ഞു, കാർബൺ ഡയോക്സൈഡ് ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്. എന്താണ് സ്റ്റാറ്റിക് ആൻഡ് സിഡൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ അത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, വളർച്ചയെ ഇൻഹിബിറ്റ് ചെയ്യും, വളരുന്നത് ഇൻഹിബിറ്റ് ചെയ്യും. ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത് ബാക്ടീരിയയെ കിൽ ചെയ്യും, കൊല്ലും. ഇറ്റ് വിൽ കിൽ ദ ബാക്ടീരിയ. സിഡൽ എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന്റെ അർത്ഥം കിൽ എന്നാണ്. അപ്പൊ അത് ബാക്ടീരിയ കൊല്ലും. അപ്പൊ ബാക്ടീരിയസിഡൽ എന്ന് ചോദിക്കുമ്പോൾ മെയിൻ ആയിട്ട് ആൻസർ വരുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. ക്ലിയർ അല്ലേ? Yes, ma'am. ഓക്കെ, അതിന്റെ ആൻസർ വരുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. പെപ്സിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. പെപ്സിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് കേട്ടോ. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് പെപ്സിൻ. അപ്പൊ ഈ പെപ്സിൻ എനിമലിന്റെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ചോദ്യം. പാൻക്രിയാസ്, ബൈൽ, ഇൻഡസ്റ്റൈൻ ആൻഡ് സ്റ്റൊമക്. അപ്പൊ മെയിൻ ആയിട്ട് പെപ്സിൻ കിട്ടുന്നത് ആൻസർ ഈസ് സ്റ്റൊമക് എന്നാണ്. സ്റ്റൊമക്കിലെ ഗാസ്ട്രിക് മ്യൂക്കോസയിൽ നിന്നാണ് പെപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ പെപ്സിൻ മെയിൻ ആയിട്ട് കിട്ടുന്നത് സ്റ്റൊമക്കിൽ നിന്നാണ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്റ്റൊമക്. Under CANPAC system, the slaughter rate of cattle ranges from 50 to 150. B. Yes, option B, 50 to 150 or more per hour. അപ്പോ നമുക്ക് ബാക്കിയുള്ള ഇതും കൂടെ നോക്കാം. ഇത് മെയിൻ ആയിട്ട് വരുന്നത് ലൈൻ ഓർ ഓൺലൈൻ റെയിൽ സിസ്റ്റത്തിലാണ്. അതിൽ മെയിൻ ആയിട്ട് ഇന്റർമീഡിയന്റ് പവേർഡ്, കണ്ടിന്യൂസ് പവേർഡ്, പിന്നെ CANPAC സിസ്റ്റം. ഇന്റർമീഡിയന്റ് പവേർഡിൽ വരുന്നത് 10 to 75 കാറ്റിൽ പെർ അവർ ആണ് സ്ലോട്ടർ റേറ്റ് കാണിക്കുന്നത്. 10 to 75 കാറ്റിൽ പെർ അവർ. കണ്ടിന്യൂസ് പവർ സിസ്റ്റത്തിൽ പറയുന്നത് 40 to 120 എനിമൽസ് പെർ അവർ ആണ്. 40 to 120 എനിമൽസ്. അപ്പൊ കൂടുതലായിട്ട് കാണുന്നത് CANPAC സിസ്റ്റത്തിൽ 50 to 150 animals per hour. Q fever is caused by the organism. ഏതാണ്? ഓപ്ഷൻ എ, കോക്സില്ല ബർണട്ടി. ക്യൂ ഫീവർ അല്ലെങ്കിൽ അബറ്റോയർ ഫീവർ എന്നെല്ലാം വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്. കോക്സില്ല ബർണട്ടി ഉണ്ടാക്കുന്ന ഫീവർ ആണ് ക്യൂ ഫീവർ അഥവാ അബറ്റോയർ ഫീവർ. Frankfurter is a typical example of. Frankfurter is a typical example of. Fermented sauce. ഇത് വരുന്നത് മെയിൻ ആയിട്ട് ഓപ്ഷൻ സി ആണ്. കുക്ക്ഡ് സ്മോക്ക്ഡ് സോസേജ് ആണ്. കുക്ക് ചെയ്ത് പിന്നെ നമ്മൾ സ്മോക്ക് ചെയ്തെടുത്ത സോസേജിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രാങ്ക്ഫർട്ടർ എന്ന് വിളിക്കുന്നത്. മാം ഈ ക്യൂവേർഡ് മീറ്റ് പ്രൊഡക്ട്സ് അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയ ക്ലാസ് വരാൻ പറ്റുമോ? ക്യൂവേർഡ് മീറ്റ് പ്രൊഡക്ട്സ് ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ സ്ലൈഡ്സ് അതിനെ കൂടെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. സ്കാൽഡിങ്ങും ക്യൂറിങ്ങും അല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് പ്രൊഡക്ട്സ്, പ്രൊഡക്ട്സിനെ കുറിച്ച് മാത്രം. ഓക്കെ. ഇതിൽ ഫെർമെന്റഡ് സോസേജിന് എക്സാമ്പിൾ ആണ് സലാമീസ് എന്ന് പറയും. സലാമീസ്
SALAMIS. ഫെർമെന്റഡ് സോസേജിന് എക്സാമ്പിൾ ആണ് സലാമീസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഫ്രാങ്ക്ഫർട്ടർ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് കുക്ക്ഡ് സ്മോക്ക്ഡ് സോസേജ്. മോസ്റ്റ് ടെൻഡർ കട്ട് ഓഫ് ബീഫ് കാർക്കസീസ്. മോസ്റ്റ് ടെൻഡർ കട്ട് ഓഫ് ബീഫ് കാർക്കസീസ്. ഫ്ലാങ്ക് അല്ല, നമ്മൾ നേരത്തെ ആ പിക്ചർ അതിനാണ് കാണിച്ചു തന്നത്. ആ ഒരു മസിൽ വരുന്ന ആ ഒരു റീജിയൻ ഏതായിരുന്നു? മോസ്റ്റ് ടെൻഡർ മസിൽ ഏതാണ്? സോസ് മേജർ അല്ലെങ്കിൽ ടെൻഡർ ലോയിൻ എന്നെല്ലാം വിളിക്കും. അപ്പൊ വരുന്നത് ഏതാണ്? മോസ്റ്റ് ടെൻഡർ കട്ട് ഓഫ് ബീഫ് കാർക്കസ്. അപ്പൊ ഏതാണ്? ഏതാണ്? അല്ല, സിർലോയിൻ. 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 ഈ ഒരു റീജിയൻ ആണല്ലോ നമ്മളെ ടെൻഡർ ലോയിൻ കണ്ടത്. ഓക്കെ, അപ്പൊ സിർലോയിൻ ആണ് മോസ്റ്റ് ടെൻഡർ കട്ട് ഓഫ് ബീഫ് കാർക്കസ് എന്ന് പറയുന്നത്. സിർലോയിൻ റീജിയൻ ആണ്. അവിടെയാണ് നമ്മളുടെ ആ ഒരു ടെൻഡർ ലോയിൻ മസിൽ, അതായത് സ്വാസ് മേജർ മസിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടെൻഡർ കട്ട് സിർലോയിൻ റീജിയൻ ആണ്. ബ്ലൂം ഈസ് എ പ്രോപ്പർട്ടി ഓഫ്. ബ്ലൂം ഈസ് എ പ്രോപ്പർട്ടി ഓഫ്. ഓക്കെ, ഓപ്ഷൻ ബി ഫ്രഷ് മീറ്റ് ആണ്. നമ്മളെ മീറ്റിന്റെ റെഡ് കളറിന് കാരണം മയോഗ്ലോബിൻ ആണ്. ഈ മയോഗ്ലോബിൻ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മീറ്റിന് ഒരു ബ്ലൂം, അതായത് ഒരു ബ്രൈറ്റ് റെഡ് കളർ ഫോം ചെയ്യുന്നു. അപ്പോ അതിന്റെ ആ ഒരു പിഗ്മെന്റ് ആണ് ഓക്സി മയോഗ്ലോബിൻ. Bloom of the meat is due to the pigment oxymyoglobin. Greening or green ring formation in the meat is due to. ഇത് മെയിൻ ആയിട്ട് ക്യൂർഡ് മീറ്റ്, ക്യൂറിംഗിന്റെ സമയത്ത് കാണുന്നതാണ്. ഗ്രീനിങ് ഓർ ഗ്രീൻ റിംഗ് ഫോർമേഷൻ ഇൻ മീറ്റ് ഈസ് ഡ്യൂ ടു. ഇതിന്റെ ആൻസർ വരുന്നത് എക്സസ് നൈട്രേറ്റ്. എക്സസ് നൈട്രേറ്റ് കൊണ്ടാണ് ഗ്രീനിങ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ റിംഗ് ഫോർമേഷൻ ക്യൂർഡ് മീറ്റിൽ. നമ്മൾ ക്യൂറിംഗിന്റെ സമയത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് നൈട്രേറ്റ് എല്ലാം ആഡ് ചെയ്യുള്ളൂ. അത് എക്സസ് ആയി പോകുമ്പോൾ വരുന്ന കണ്ടീഷൻ ആണ് ഗ്രീനിങ് ഓർ ഗ്രീൻ റിംഗ് ഫോർമേഷൻ. Is due to excess nitrate. Clear അല്ലേ? Yes, ma'am. Okay. Blood meal is a rich source of. ബ്ലഡ് മീലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ബ്ലഡ് മീല് നമ്മൾ മീറ്റിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ബ്ലീഡിങ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യും. ആ ബ്ലഡ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ബ്ലഡ് മീൽ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് ഈസ് ലൈസിൻ. ബ്ലഡ് മീൽ ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് അമിനോ ആസിഡ് ലൈസിൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Okay, ma'am. Okay. Veal is a meat of. Cow. Buffalo. Buffalo അല്ല, calf. 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 Deer and antelope meat-ന്റെ അപ്പൊ നമ്മൾ എന്താണ് വിളിക്കുക? Venison. 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 And sheep meat is known as Mutton. 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 And buffalo meat is known as Cara beef. Carabif. yes, cara beef. Buffalo meat ആണ് cara beef and cattle meat is known as beef. പിന്നെ നമ്മൾ ഗോട്ടിന്റെ മീറ്റിനെ വിളിക്കുന്നത് എന്താണ്? Chevron. Chevron. And horse meat? Chevalet. Chevalet. Okay, good. The usual method of stunning cattle is by using Captive bolt system. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ കാറ്റിലിന്റെ കേസിൽ മെക്കാനിക്കൽ സ്റ്റണ്ണിങ് ആണ് ചെയ്യുക. അതിൽ തന്നെ
പെനട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൽ സ്റ്റണ്ണിംഗ് ആണ് ചെയ്യുന്നത്. നാച്ചുറൽ കേസിംഗ് ഫോർ സോസേജ് പ്രിപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഇൻഡസ്ട്രിയൽ സബ്മ്യൂക്കോസ. മെയിൻ ആയിട്ട് ഇൻഡസ്റ്റൈനൽ സബ്മ്യൂക്കോസയിൽ നിന്നാണ് നാച്ചുറൽ കേസിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ കേസിംഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ കേസിംഗും ഉണ്ട്, ആർട്ടിഫിഷ്യൽ കേസിംഗും ഉണ്ട്. ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു ഹോളോ വിസറൽ ഓർഗൻ ആണ്. അതായത് ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട്. അതിനാണ് നമ്മൾ ലൂമൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ഹോളുള്ള ഓർഗൻസിനെയാണ് നമ്മൾ ഹോളോ വിസറൽ ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹോളോ വിസറൽ ഓർഗൻസിന് മെയിൻ ആയിട്ട് 4 ലെയേഴ്സ് ആണ് പറയുന്നത്. ഇൻഡസ്റ്റൈന് മെയിൻ ആയിട്ട് 4 ലെയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഏറ്റവും ഉള്ളിലെ ലെയർ ആണ് മ്യൂക്കോസ. അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ലെയർ ആണ് സബ് മ്യൂക്കോസ. അത് കഴിഞ്ഞ് വരുന്ന ലെയർ ആണ് മസ്കുലാരിസ്. ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ആണ് സിറോസ. അപ്പൊ 4 ലെയർ ആണ് ഇൻഡസ്റ്റൈൻ ഉള്ളത്. അതിൽ തന്നെ സബ് മ്യൂക്കോസ ഉപയോഗിച്ചാണ് നമ്മൾ നാച്ചുറൽ കേസിംഗ്സ് ഉണ്ടാക്കുന്നത്. ഈ കൊളാജൻ ആൻഡ് സെല്ലോസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ കേസിംഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. കൊളാജൻ ആൻഡ് സെല്ലുലോസ്. ഇപ്പൊ നാച്ചുറൽ കേസിംഗ് ഉണ്ടാക്കുന്നത് ഇൻഡസ്റ്റൈനൽ സബ് മ്യൂക്കോസ ഉപയോഗിച്ചാണ്. A test to differentiate jaundice and carotene pigmentation of meat. Remington and Fowry ടെസ്റ്റ് ആണ് നമ്മൾ ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെന്റേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഇനി ഇതിൽ ഓരോ ടെസ്റ്റിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് റിസാസുറിൻ ടെസ്റ്റ്. ഇതൊരു മിൽക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. റിസാസുറിൻ ഡൈ ഉപയോഗിച്ച് ചെയ്യുന്ന മിൽക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് റിസാസുറിൻ ടെസ്റ്റ്. റോത്തേറാസ് ടെസ്റ്റ് കീറ്റോൺ ബോഡീസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ്. യൂറിനിലുള്ള കീറ്റോൺ ബോഡീസ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആണ് റോത്തേറാസ് ടെസ്റ്റ്. മാൽക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബ്ലീഡിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ്. ഇതിൽ തന്നെ ഈ റിമിംഗ്ടൺ ഫൗറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഒരു 2 ഗ്രാമോളം മീറ്റ് എടുക്കും നമ്മൾ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഒരു 5% സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആഡ് ചെയ്യും. ഇത് ജസ്റ്റ് കേട്ട് തന്നാൽ മതി. ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളതൊന്ന് 1 മിനിറ്റോളം അതൊന്ന് ചൂടാക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇതൊന്ന് കൂൾ ചെയ്യാൻ വെക്കും. ഒന്ന് സെറ്റിലാവാൻ വേണ്ടി വെക്കും. അത് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ 2 ലെയർ ആയിട്ട് ഫോം ചെയ്യും. മേലെ ഒരു ലെയറും ഒരു ടോപ്പ് ലെയറും ഒരു ബോട്ടം ലെയറും, മേലെയും താഴെയും 2 ലെയർ ഫോം ചെയ്യും. ഇതിൽ തന്നെ താഴത്തെ ലെയറിൽ യെല്ലോ കളർ കാണുകയാണെങ്കിൽ ആ കണ്ടീഷനിലാണ് നമ്മൾ ജോണ്ടിസ് എന്ന് വിളിക്കുന്നത്. അതായത് ആ യെല്ലോ കളറിന് കാരണം താഴെയാണ് യെല്ലോ കളർ ഫോം ചെയ്യുന്നത് എങ്കിൽ അത് മെയിൻ ആയിട്ട് ജോണ്ടിസ് ആണ്. ജോണ്ടിസ് എന്ന് പറയുമ്പോൾ ബൈൽ പിഗ്മെന്റിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബൈൽ പിഗ്മെന്റിന്റെ അക്യുമുലേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇനി മേലത്തെ ലെയറിൽ മഞ്ഞ കളർ കാണുകയാണെങ്കിൽ അത് കരോട്ടിൻ പിഗ്മെന്റേഷൻ ആണ്. ആ കളറിന് കാരണം കരോട്ടിൻ പിഗ്മെന്റ് ആണ്. ഇതാണ് അവിടെ റിമിംഗ്ടൺ ആൻഡ് ഫൗറി ടെസ്റ്റിൽ നടക്കുന്നത്. അപ്പൊ മേലെയാണോ താഴെയാണോ ആ ഒരു യെല്ലോ കളർ ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെന്റേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. PSC condition of pork is caused due to. ഇതിൽ ഏതാ വരിക ആൻസർ? A and C ആണ് മാം. ഓക്കെ, ആൻസർ ഈസ് A and C. നമ്മൾ ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്തതാണ്. പെയ്ഡ് സോഫ്റ്റ് എക്സുഡേറ്റീവ് കണ്ടീഷൻ ഇൻ പോർക്ക് ഇസ് ഡ്യൂ ടു ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ സ്ട്രെസ്. ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ സ്ട്രെസ്സിന് പകരം അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഈ കണ്ടീഷൻ ആണ്. ഷോർട്ട് ടേം സ്ട്രെസ്സിന് പറയുന്ന വേറൊരു പേരാണ് അക്യൂട്ട്, പെട്ടെന്നുള്ള ഒരു സ്ട്രെസ്. അതുപോലെ റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് മസിൽ pH, അതായത് മസിലിന്റെ pH കുറയുന്നു, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറയുന്നു, എക്സുഡേറ്റുകൾ ഫോം ചെയ്യുന്നു. ഇത് തന്നെ ക്രോണിക് സ്ട്രെസ് ആകുമ്പോൾ വരുന്ന കണ്ടീഷൻ ആണ്. ബീഫിൽ മെയിൻ ആയിട്ട് കാണുന്നത് DFD മീറ്റ് നമ്മൾ മെയിൻ ആയിട്ട് ക്രോണിക് സ്ട്രെസ്സിൽ കാണുന്നതാണ്. അവിടെ മസിലിന്റെ pH
കൂടുകയാണ് ചെയ്യുന്നത്. The pink color characteristic of cured meat is due to നൈട്രോസിൽ കളർ ശ്രദ്ധിക്കണം. നൈട്രോസിൽ ഹീമോക്രോമോജൻ അല്ലേ? അതെ, നൈട്രോസിൽ ഹീമോക്രോമാജൻ. നമ്മൾ പിങ്ക് കളറാണ് പറഞ്ഞത്. നൈട്രോസിൽ മയോഗ്ലോബിൻ റെഡ് കളറാണ്. നമ്മൾ പറഞ്ഞു ക്യൂറിങ്ങിന്റെ സമയത്ത് മയോഗ്ലോബിനും നൈട്രിക് ഓക്സൈഡും കമ്പൈൻ ചെയ്ത് നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ അല്ലെങ്കിൽ നൈട്രോസൈൽ മയോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ഇതൊരു റെഡ് കളർ അൺസ്റ്റേബിൾ പിഗ്മെന്റ് ആണ്. ഇത് നമ്മൾ ചൂടാക്കുമ്പോൾ സംഭവം സ്റ്റേബിൾ ആയി മാറും. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റേബിൾ ആയി ഒരു പിങ്ക് കളർ പിഗ്മെന്റ് ഫോം ചെയ്യും. അതാണ് നൈട്രോസൈൽ ഹീമോക്രോമോജൻ ആണ് ആൻസർ. അപ്പോ പിഗ്മെന്റിന്റെ കളർ ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? യെസ് മാം. The larval nematode worm seen in striated muscle of pigs infecting human beings after the infection of such infected pork is സോളിയം. Trichinia soleum. ട്രിക്കിനില്ല സ്പൈറാലിസ് ആണ്. Trichinella spiralis. ഇത് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ലാർവൽ നെമറ്റോഡ് ആണ് ചോദിച്ചത്. ടീനിയ സോളിയം പോർക്ക് ടേപ്പ് വേം ആണ്. ടേപ്പ് വേം ആണ്. പോർക്ക് ടേപ്പ് വേം ആണ് ടീനിയ സോളിയം. ആൻഡ് ടീനിയ സാജിനേറ്റ എന്ന് പറയുന്നത് ബീഫ് ടേപ്പ് വേം ആണ്. ട്രൈക്കനെല്ല സ്പൈരാലിസ് എന്ന് പറയുന്നത് ഒരു നെമറ്റോഡ് വേം ആണ്. പാരസൈറ്റിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. അപ്പോ ഒരു നെമറ്റോഡ് വേം ആണ് ട്രൈക്കനെല്ല സ്പൈരാലിസ് എന്ന് പറയുന്നത്. ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുന്നത് പ്രോട്ടോസോവയിൽ വരുന്നതാണ്. പാരസൈറ്റിൽ തന്നെ പ്രോട്ടോസോവയിൽ വരുന്നതാണ് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറയുന്നത്. The most suitable method of stunning in pig is ഇലക്ട്രിക് കെമിക്കൽ സ്റ്റഡി. chemical stunning or gaseous stunning ആണ് നമ്മൾ മെയിൻ ആയിട്ട് പിഗ്സില് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ കാണിക്കേണ്ടതുണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? പോർക്ക് ടൈപ്പ് വേം ഏതായിരുന്നു മാഡം? പോർക്ക് ടൈപ്പ് ടീനിയ സോളിയം. പോർക്ക് ടൈപ്പ് ടീനിയ സോളിയം. ബീഫ് ടൈപ്പ് ടീനിയ സാജിനേറ്റ. മാം ഈ കളർ ഈ പിഗ്മെന്റ്സ് ഇല്ലേ, ഈ നൈട്രോസിൽ ഹീമോക്രോമോജൻ, അങ്ങനെ ആ കളറൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ മാം? റെഡ് കളർ, Okay. പിങ്ക് കളർ. ഓക്സി മയോഗ്ലോബിനും റെഡ് കളർ അല്ലേ മാം? ഓക്സി മയോഗ്ലോബിൻ ബ്ലൂ. അത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ബ്രൈറ്റ് റെഡ് കളറാണ്. പിന്നെ ഓക്സി മയോഗ്ലോബിൻ കാണുന്നത് ഫ്രഷ് മീറ്റിൽ, നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ബ്ലൂം ഫ്രഷ് മീറ്റിലാണ്. നൈട്രോസൈൽ പാർട്ട് വരുമ്പോൾ അത് മെയിൻ ആയിട്ട് ക്യൂർഡ് മീറ്റിലാണ് കാണിക്കുക. അപ്പൊ ക്യൂർഡ് മീറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഓക്സി മയോഗ്ലോബിൻ ബ്രൈറ്റ് റെഡ് കളറാണ്. മയോഗ്ലോബിൻ മെയിൻ ആയിട്ട് റെഡ് കളറിന് കാരണമായ പിഗ്മെന്റ് എന്ന് ചോദിച്ചാൽ മയോഗ്ലോബിൻ ആണ്. പിന്നെ ക്യൂർഡ് മീറ്റിൽ വരുന്ന കുറച്ച് പിഗ്മെന്റ്സ് ആണ് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് നൈട്രോസിൽ മയോഗ്ലോബിൻ അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്നും പറയും. അതും ഒരു റെഡ് കളറാണ്. അതൊരു അൺസ്റ്റേബിൾ പിഗ്മെന്റ് ആണ്. നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പിങ്ക് കളേർഡ് പിഗ്മെന്റ് കിട്ടും. അതാണ് നൈട്രോസൈൽ മയോ ഹീമോക്രോമോജൻ. അതിന്റെ കളറ് പിങ്ക് ആണ്. പിന്നെ നമ്മൾ മുന്നേ ഒരു അൺഡിസൈഡ് പിഗ്മെന്റ് പറഞ്ഞു. നമുക്ക് മീറ്റിന് ആവശ്യമില്ലാത്തൊരു പിഗ്മെന്റ് ആണ് മെറ്റ് മയോഗ്ലോബിൻ. അതൊരു ബ്രൗൺ കളേർഡ് പിഗ്മെന്റ് ആണ്. ക്ലിയർ ആയോ? യെസ് മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്ലൈഡുകൾ കാണിക്കുകയോ ക്വസ്റ്റ്യൻസ് കാണുകയോ വേണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
മാം നെക്സ്റ്റ് പിഗ് ക്ലാസ്സിൽ മാം ഓക്കെ ആ പിഗ് ചോദിച്ചോളൂ. പിഗ് റെഡ് മീറ്റ് തന്നെയാണോ മാം? ആ പിഗ് ഒരു കറക്റ്റ് റെഡ് മീറ്റിലല്ല പറയുന്നത്. റെഡ് മീറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത് ബീഫ്, ഹോഴ്സ് മീറ്റ് എല്ലാം ആണ് പറയുന്നത്. ഒരു ലൈറ്റ് ഒരു റെഡ് പിങ്ക് ആ ഒരു കളറിലാണ് പറയുന്നത്. ഓക്കെ. വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പൗൾട്രി മീറ്റ്, റാബിറ്റ് മീറ്റ് എല്ലാം ആണ് ആ ഒരു കളറിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ് യെസ് മാം. മാം, താങ്ക് യു. ഓക്കെ.